നമസ്കാരം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരാതി കിട്ടിയാലേ കേസെടുക്കാൻ കഴിയൂ എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടന്നെന്ന് വിവരം കിട്ടിയാലുടൻ പോലീസ് കേസെടുക്കണമെന്ന് നിയമം നിലനിൽക്കുന്ന നാട്ടിലെ സർക്കാരാണ് ഇത് പറയുന്നത് എന്നതാണ് ഖേദകരം. 4.5 വർഷം പെട്ടിയിൽ അടവെച്ച സിനിമാ രംഗത്തെ സ്ത്രീകൾ അനുഭവിച്ച ദുരനുഭവം അടക്കം ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് കയ്യിലുള്ളപ്പോൾ പിന്നെ എന്തിനാണ് മറ്റൊരു പരാതി എന്നതാണ് മനസ്സിലാകാത്തത്. റിപ്പോർട്ടിൽ ഇരകളായവരുടെ പേരുകൾ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. റിപ്പോർട്ട് പുറത്തുവിടുന്നതിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും മറ്റും പറഞ്ഞ് തടി തപ്പാൻ വേണ്ടി മാത്രമാണ് മുൻ മന്ത്രിയും മന്ത്രിയും ഉൾപ്പെടെ ശ്രമിക്കുന്നതിന്റെ തെളിവ് കൂടിയാണ് പരാതി വേണമെന്ന പുത്തൻ പദ്ധതി. റിപ്പോർട്ടിലെ രഹസ്യമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഉടനടി നടപടിയെടുക്കേണ്ട സർക്കാർ ഗുരുതര വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ചെയ്തിരിക്കുന്നതെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. തീർത്തും രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് റിപ്പോർട്ടിൽ നടപടിയെടുക്കാത്തതെന്നാണ് മുൻ ഡയറക്ടർ ജനറൽ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന ടി ആസഫ് അലി ഒരു മലയാള ദേശീയ മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നത്. കേട്ട മൊഴികൾ ആരോപണങ്ങൾ മാത്രമാണെന്നാണ് ആദ്യം കരുതിയതെന്നും അതിനൊക്കെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞുവെന്നും ജസ്റ്റിസ് ഹേമ തന്നെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതാണ്. വെള്ളി വെളിച്ചത്തിൽ തിളങ്ങുന്ന സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പുറം ലോകത്ത് നിന്ന് മറച്ചുവെച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന റിപ്പോർട്ടാണ് 4.5 വർഷക്കാലം പിണറായി സർക്കാർ ഒളിച്ചു വെച്ചതെന്നും ടി ആസഫ് അലി പറയുന്നു. ലളിതകുമാരി കേസിന്റെ വിധിയാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത്. ഒരു കുറ്റകൃത്യം സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നാൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ലളിതകുമാരി കേസിന്റെ വിധിയിൽ പറഞ്ഞിട്ടുള്ളത്. വാണിജ്യ ഇടപെടലുകൾ, അഴിമതി വിരുദ്ധ നടപടി, വൈവാഹിക ബന്ധം സംബന്ധിച്ച തർക്കം എന്നിവയ്ക്ക് മാത്രമേ FIR രജിസ്റ്റർ ചെയ്യാൻ പ്രാഥമിക അന്വേഷണം വേണ്ടതുള്ളൂ. ബാക്കി എല്ലാ കേസിലും പോലീസ് FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് വ്യവസ്ഥ. നിങ്ങൾ എത്ര വലിയവനാണെങ്കിലും നിയമം നിങ്ങൾക്ക് മുകളിലാണ്. നിയമവാഴ്ചയുടെ നാടാണ് നമ്മുടേത്, നിയമം കൊണ്ട് വാഴുന്ന നാടല്ല. ആ നിയമമാണ് അട്ടിമറിക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരിക്കുന്നതെന്നും ടി ആസഫ് അലി പറഞ്ഞു. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം 0 FIR ആണ് ഇപ്പോഴുള്ളത്. ആസാമിൽ നടന്ന ഒരു കുറ്റകൃത്യത്തെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ എറണാകുളം പോലീസിന് കേസെടുക്കാൻ കഴിയുന്ന കാലമാണിത്. അങ്ങനെയാണ് BNSS 173 വകുപ്പ് പറയുന്നത്. കുറ്റകൃത്യം നടന്ന സ്ഥലം പോലും പരിഗണിക്കാതെ നടപടി സ്വീകരിക്കേണ്ടതാണ്. പരാതി എന്നല്ല, വിവരം മാത്രം മതി എന്നാണ് BNSS 173 വകുപ്പ് നിഷ്കർഷിക്കുന്നത്. കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്ന് 24 മണിക്കൂറിനുള്ളിൽ MV രാഘവനെ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സംഭവം കേരളം കണ്ടതാണ്. MVR തോക്കെടുത്ത് DYFI പ്രവർത്തകരെ വെടിവെച്ച് കൊന്നതല്ല. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പുറത്ത് നടപടിയെടുത്ത കീഴ്വഴക്കം പോലും കേരളത്തിൽ ഉള്ളപ്പോഴാണ് ലൈംഗിക ചൂഷണത്തെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടും 4.5 കൊല്ലം അത് പെട്ടിയിൽ പൂട്ടിവെച്ചിരുന്നത്. കേരളത്തിന് അകത്തും പുറത്തും നടന്ന സംഘടിതമായ അതിക്രമങ്ങൾക്ക് ഇരയായ സ്ത്രീകൾക്ക് നീതി കിട്ടാനാണ് നടപടി സ്വീകരിക്കേണ്ടത്. റിപ്പോർട്ടിൽ പറയുന്നത് ഒരു വ്യക്തിക്ക് നേരെ നടന്ന കുറ്റകൃത്യം മാത്രമല്ല, ഒരു സമൂഹത്തിന് എതിരായ കുറ്റകൃത്യമാണ്. അതേക്കുറിച്ചുള്ള ഗുരുതരമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടും നടപടിയെടുക്കാതെ കോൺക്ലേവ് വിളിച്ച് ചേർക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. പ്രതികളാകാൻ സാധ്യതയുള്ളവരെയാണ് കോൺക്ലേവിലേക്ക് വിളിക്കാൻ പോകുന്നത്. ക്രിമിനൽ കേസെടുത്ത് അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കേണ്ടതിന് നടത്തുന്ന കോൺക്ലേവ് എന്നത് ഒളിച്ചുകളിയാണ്, ആസഫ് അലി പറയുന്നു. ഒരു കമ്മീഷൻ റിപ്പോർട്ടിനെ വെച്ച് ആരോപണ വിധേയ കൂടിയായ ഒരു സ്ത്രീ വെള്ളക്കടലാസിൽ കൊടുത്ത പരാതിയിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. പോലീസിന്റെ റിപ്പോർട്ട് പോലും വാങ്ങാതെ ആ കേസ് CBIക്ക് വിടാൻ വേണ്ടി പരാതി എഴുതി വാങ്ങുകയാണ് അന്ന് ഉണ്ടായത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറയുന്ന ആരും ഇരകളല്ല എന്നതാണ് വാസ്തവം. കാരണം ഇരകളുടെ വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തു വരില്ല. അത് നിലവിൽ നിയമപരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ക്രിമിനൽ പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നത്. ലൈംഗിക അതിക്രമത്തെ കുറിച്ചുള്ള വിവരം പുറത്തുവിടുമ്പോൾ ഇരകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്നത് കുറ്റകരമാണ്. അത് ഒരു കോടതിയും
പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല. കാരണം ഇരകളുടെ സ്വകാര്യത നിയമം ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്, അതൊരിക്കലും പുറത്തു വരില്ല. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ പുറത്തുവിടരുത് എന്ന് പറയുന്നവർ പ്രതിസ്ഥാനത്തുള്ളവരായിരിക്കും. അതുകൊണ്ടാവും അവർ പേടിക്കുന്നതെന്ന് ഞാൻ കരുതുന്നതായും ആസഫ് അലി പറയുന്നു. സിനിമാ രംഗത്ത് സ്ത്രീകൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ള കേരളത്തിലും കേരളത്തിന് പുറത്തുമാണ്. അപ്പോൾ സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തും വ്യാപ്തിയുള്ള വിഷയമാണിത്. ആ സാഹചര്യത്തിൽ കേരള പോലീസ് മാത്രം ഈ കേസ് അന്വേഷിച്ചാൽ മതിയാകില്ല. ഒരു കേന്ദ്ര ഏജൻസിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഫലപ്രദമായ അന്വേഷണം സാധ്യമാകൂ. ലൈംഗിക അതിക്രമവും സ്ത്രീകൾക്കെതിരായ പീഡനങ്ങളും സംബന്ധിച്ചുള്ള ഗുരുതരമായ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. പരാതി ലഭിച്ചാൽ മാത്രമേ കേസെടുക്കാൻ പറ്റൂ എന്ന് പറയുന്നത് തെറ്റാണ്. ഒരു കൊലപാതകം സംബന്ധിച്ച് പോലീസിന് വിവരം കിട്ടിയാൽ എന്താണ് ഉടൻ ചെയ്യുക എന്ന് ആസഫ് അലി ചോദിക്കുന്നു. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുക എന്നത് പോലീസിന്റെ ബാധ്യതയാണ്. സ്വകാര്യതയുടെ പരിരക്ഷ പ്രതിക്കല്ല, ഇരകൾക്കാണ് കിട്ടേണ്ടത്. ഇരകളെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കാതെ പേരുകൾ പുറത്തു പോകാതെ മൊഴി രേഖപ്പെടുത്തണം. കോടതിക്ക് സ്വമേധയാ കേസെടുക്കാൻ കഴിയുന്ന കാര്യമാണിത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷിപ്പിക്കുകയാണ് വേണ്ടതെന്നും മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന T ആസഫ് അലി പറയുന്നു.